എല്ലാവരും നേർക്കുനേരെ കാണുന്നത് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ്. എന്നത്തേതിലും വിപരീതമായി ശ്രീയുടെ മുഖത്തുള്ള പ്രസന്നത പ്രിയയും ശ്രദ്ധിച്ചു. പക്ഷെ അതിന്റെ കാരണം മാത്രം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അല്ല ശ്രീമോളെ, പരീക്ഷയ്ക്ക് മുന്നേ ഭാഗങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു തീർക്കാൻ സമയം കിട്ടുവോ? ഇനിയും 2 മാസം കൂടെ കഷ്ടിയല്ലേ ഉള്ളൂ. സമയം കുറവാണമ്മേ. കുട്ടികളൊന്ന് സഹകരിച്ച കാര്യമൊക്കെ അങ്ങ് നടക്കും. അത് അവർക്കും കൂടെ തോന്നണമെന്ന് മാത്രം. ഇപ്പോൾ ആൺകുട്ടികളെക്കാൾ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്നത് മൊത്തം പെൺകുട്ടികളാണ്. ഇന്ന് സ്റ്റാഫ് റൂമിൽ വെച്ച് ഉച്ചയ്ക്ക് ഒരു കുട്ടിയെ മാധവൻ സാറ് വിളിപ്പിച്ചു. നല്ലൊരു ഉപദേശവും കൊടുത്താണ് വിട്ടത്. ശ്രീ അത് പറഞ്ഞു. എൻ്റെ മോളെ, ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ പെൺകുട്ടികൾക്ക് അത്യാവശ്യം ധൈര്യവും കാര്യപ്രാപ്തിയും വേണം. അല്ലാതെ മോളെ പോലെ എല്ലാം കേട്ട് മിണ്ടാതിരുന്ന ആളുകൾ തലേ കയറി നിരങ്ങും എന്നുകൂടെ അമ്മ അങ്ങ് കൂട്ടിച്ചേർത്തു. ഓ അമ്മ അതിനിടയ്ക്ക് എനിക്കിട്ട് കൊളുത്തി വലിക്കുകയാണല്ലേ? റിച്ചു ഇടയിൽ കയറി അവന്റെ ഭാഗം അങ്ങ് ചോദിച്ചു. ഞാൻ അതിന് നിന്റെ പേരെവിടെയെങ്കിലും പറഞ്ഞോടാ റിച്ചു? കോഴി കെട്ടവന്റെ തലയിൽ പപ്പിരിക്കും എന്ന പോലെയാണല്ലോ. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇവിടെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവാതിരിക്കുകയാണ് റിയ. അവൾ കഴിക്കുന്നതിനിടയിൽ ഉണ്ണിയുടെ കയ്യിൽ പതുക്കെയൊന്ന് നുള്ളി കാര്യം അന്വേഷിച്ചു. എൻ്റെ റിയ, വലിയ കാര്യങ്ങളൊന്നുമില്ല. അവൾ എവിടെയോ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളാ ഈ പറയുന്നത്. റിയയ്ക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ അവൻ പതുക്കെ പറഞ്ഞു. റിയ അത് തന്നെയൊട്ടും ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ ഭക്ഷണം കഴിക്കൽ തുടർന്നു. രാത്രി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു റിച്ചു. ഇതെന്തൊരു കഷ്ടമാണ്. അവൾ ആ കോളേജിൽ വന്നാൽ ഞാൻ എങ്ങനെ അവിടെ പോകും? ആരെങ്കിലും അവൾ എൻ്റെ അല്ല, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന എൻ്റെ എക്സ് ഭാര്യയാണെന്നറിഞ്ഞ മൈ ഗോഡ്, എന്നെയും കൊണ്ട് ഇതെന്തൊരു കഷ്ടമാണ്. ഈ സിറ്റുവേഷനിൽ പോയല്ലോ. ഈ കുരിശ് കോളേജിലേക്ക് വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും വിവരം അറിയും. പിന്നെ ഞാൻ എങ്ങനെ എല്ലാവർക്കും മുമ്പിൽ മുഖം കാണിക്കും? റിച്ചുവിന്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഉണ്ണി വരുന്നത്. എന്നാടാ റിച്ചു, നീ കുറെ നേരമായല്ലോ ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഉണ്ണി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ നോക്ക്. എന്നെയും കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും ചെയ്യാം. ഓ, അത് വേറൊന്നുമില്ല. നമ്മുടെ പുന്നാര അച്ഛനും അമ്മയും കൂടെ ചേർന്ന് അവളെ എൻ്റെ കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കൊണ്ടാക്കി. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ സെയിം ഡിപ്പാർട്ട്മെന്റിലാ. എങ്ങാനും ആരുടെയെങ്കിലും വായിൽ നിന്ന് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് ഒരു പിടുത്തവുമില്ല. ആ പെണ്ണിനെ പറഞ്ഞു വീട്ടിൽ വിടാനുള്ളതിന് പകരം കുടുംബത്തിൽ പിടിച്ചത് വെച്ചേക്കുന്നു. ഇപ്പോഴത്തെ നിന്റെ ജീവിതവും കുളമാക്കാനായിട്ട്. എനിക്കറിയില്ല കേട്ടോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. ഓൾറെഡി സൂരജനും ആന്റിക്കും ഒക്കെ അറിയാം ഇവൾ എൻ്റെ ഭാര്യയാണെന്ന്. നീ ഇങ്ങനെ ടെൻഷൻ ആവാതടാ. ഇതിനൊരു പരിഹാരം എത്രയും വേഗം ഞാൻ കണ്ടുപിടിച്ചോളാം. അവളെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അത് എൻ്റെ ലൈഫിനെയും ബാധിക്കും. റിയ, അവൾക്ക് സ്ത്രീ ഇവിടെ നിൽക്കുന്നത് ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്ക് വേണ്ടി കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ, അതും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ അങ്ങോട്ടെങ്ങാനും തിരിഞ്ഞാലോ എന്നൊരു ഭയം അവൾക്കുണ്ടേ. ഉണ്ണി മനസ്സിൽ പലതും കരുതിക്കൂട്ടി റിച്ചുവിനോടായി പറഞ്ഞു. എന്നാൽ ഉണ്ണി അത് പറഞ്ഞു നിർത്തിയില്ല. റിച്ചു അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. തന്റെ ഭാര്യയെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത് എന്നതിലുപരി സ്ത്രീ എത്ര നല്ല പെൺകുട്ടിയാണെന്ന് റിച്ചുവിന് നന്നായി അറിയാമായിരുന്നു. അവൾക്ക് അങ്ങനൊരു സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഗിരി അവളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കാമായിരുന്നു. അങ്ങനെ എന്തെല്ലാം. അവൾക്ക് മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്തു പോകാമായിരുന്നു. അവനൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഉണ്ണിയുടെ നേരെ തിരിച്ചു. ഏട്ടൻ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാൽ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനൊരു കാര്യം പറഞ്ഞു പോകരുത്. ഞങ്ങൾ തമ്മിൽ 1000 പ്രശ്നങ്ങൾ കാണും. പക്ഷെ അവളുടെ സ്വഭാവത്തെ കുറിച്ച് ആരും മോശം പറയേണ്ട ആവശ്യമില്ല. കാരണം അത്ര നല്ല സ്വഭാവമുള്ളവളാണ് അവൾ. റിച്ചു കർക്കശമായി തന്നെ പറഞ്ഞു. റിച്ചുവിന്റെ മറുപടി കേട്ട് ഉണ്ണി ആകെ ഒന്ന് ചമ്മി. അതേ മുകുന്ദേട്ടാ, നാളെ റിച്ചു കോളേജിൽ പോകുമെന്ന് എനിക്ക് ഓർത്തിട്ടൊരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ നിമ്മി, ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകണമെങ്കിലേ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കൂടി വേണം. പിന്നെ അവൻ നമ്മുടെ മോനല്ലേ. ഒന്നിന്റെ പേരിലും അവൻ പഠിത്തമൊന്നും ഉപേക്ഷിച്ച് നിരാഹാര സമരത്തിനൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആശാൻ കോളേജിൽ പൊക്കോളും. പോയാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ.
അവൻ പോകും നിമ്മി, നമ്മുടെയല്ലേ മോൻ. എന്തൊക്കെയായാലും വീടിന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രീമോൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ മുഖത്തൊരു തെളിച്ചമൊക്കെ വന്നു. അത് ശരിയാ നിമ്മി നീ പറഞ്ഞത്. ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. മോളെ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരുത്തിയാൽ അത് അവളുടെ ഭാവിയെ തന്നെ മുരടിപ്പിച്ച് കളയും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതേ വിജയ, സമയമായി, തൽക്കാലം കിടന്നുറങ്ങാൻ നോക്ക്. രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു നിദ്രയിലേക്ക് വീണു. പിറ്റേ ദിവസം രാവിലെ തന്നെ നിമ്മി അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു. എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കണമല്ലോ. അമ്മുവിന് വേണം, റിച്ചുവിന് വേണം, ഇപ്പോൾ ശ്രീമോൾക്കും വേണം. രാവിലെ പ്രാതലിന് എല്ലാവർക്കും ദോശയും ചമ്മന്തിയുമാണ് തയ്യാറാക്കിയത്. ഭക്ഷണം കഴിക്കാനായി മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോഴാണ് റിയയുടെ തനി സ്വഭാവം പുറത്തു വന്നത്. എന്നും ഇവിടെ എന്താ ഈ ദോശയും ഇഡലിയും മാത്രം ഉണ്ടാക്കുന്നത്? എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് രാവിലെ അറ്റ്ലീസ്റ്റ് കുറച്ച് നൂഡിൽസ് എങ്കിലും വേണം. നിനക്ക് ഇഡലിയും ദോശയും ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട. ഇനി നൂഡിൽസ് ആണ് വേണ്ടതെങ്കിൽ പാക്കറ്റ് അടുക്കളയിൽ ഇരിപ്പുണ്ട്, പോയി ഉണ്ടാക്കി കഴിക്കാം, നിമ്മി പറഞ്ഞു. ഞാൻ അടുക്കളയിൽ കയറി ഉണ്ടാക്കാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എൻ്റെ മമ്മി എന്നെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുപ്പിച്ചിട്ടില്ല. ആ എന്നോടാണോ അടുക്കളയിൽ പോയി ഉണ്ടാക്കാൻ പറയുന്നത്? റേയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നിന്റെ മമ്മി നിന്നെ മര്യാദയ്ക്ക് വളർത്താത്തതിന്റെ കുഴപ്പങ്ങളൊക്കെ നിനക്കുണ്ട്. ഇത്രയും വളർന്നിട്ടും എൻ്റെ ഉണ്ണി പോലും കഴിച്ച പാത്രം എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. എനിക്കൊരു വയ്യായിക വന്നാൽ അച്ഛനും മക്കളും ചേർന്ന് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കും. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പുറകെ വേലക്കാരെ നിർത്തുന്നതിന് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല റിയ. നിങ്ങൾ എന്തിനാ എൻ്റെ മമ്മിയെ കുറ്റം പറയുന്നത്? നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. ഞാൻ വന്ന നാളെ മുതൽ കാണുന്നതാ ഈ വീട്ടിൽ എന്നോട് കാണിക്കുന്ന ഈ വേർതിരിവ്. മോളെ റിയ, കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ടും വ്യക്തമായിട്ടും അറിയാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിനക്കെന്റെ മോനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ആ പരിപ്പ് അങ്ങ് മാറ്റി വെച്ചിരു മോള്. നിമ്മി തുടർന്നു. ഞാനൊരു അമ്മായിമ്മ ആകുന്നതിന് മുമ്പേ നല്ലൊരു മരുമകളായിട്ട് തന്നെയാ ഈ വീട്ടിലേക്ക് വന്നത്. നിന്നെപ്പോലെ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാനും ജനിച്ചതും വളർന്നതുമെല്ലാം. അതും അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകൾ. ഞാനിപ്പോൾ ഈ കുടുംബം ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ടെങ്കിലേ അതെന്റെ അമ്മയുടെ വളർത്തുഗുണം തന്നെയാ. നിങ്ങൾ എങ്ങനെയായ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഇങ്ങനെയാണ്, എന്നെ മാറ്റാനും ആരും നോക്കണ്ട. ബായ് ഉണ്ണി, ഞാൻ പുറത്തുനിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് വല്ലതും കഴിച്ചോളാം. അല്ലാതെ നിന്റെ വീട്ടിൽ എന്നും ഈ ഇഡ്ഡലിയും ദോശയും തിന്നെ എന്നെയും കൊണ്ട് പറ്റുന്നില്ല. റിയ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആ വീട് ആകെ ശാന്തമായി. അമ്മ എന്തിനാ അമ്മ അവളോട് ഇങ്ങനെ എപ്പോഴും വഴക്കിന് ചെല്ലുന്നത്? ഓഹോ, ഞാൻ പറഞ്ഞതാണോ ഇപ്പൊ പ്രശ്നം? അല്ല നിന്റെ ഭാര്യ കാണിച്ചു കൂട്ടുന്നതൊന്നുമല്ലല്ലേ? റിയ ഇപ്പോൾ എന്ത് തെറ്റ് ചെയ്തെന്നാ അമ്മ ഈ പറയുന്നത്? അവളുടെ വീട്ടിൽ ഇതുപോലത്തെ ഫുഡൊന്നും അല്ല എപ്പോഴും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവൾക്ക് അടുക്കളയിൽ കയറാമല്ലോ. ഇവിടെ അയിത്തമൊന്നുമില്ല, സ്വയം ഉണ്ടാക്കി കഴിക്കാമായിരുന്നു. അമ്മ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്? ഈ പറയുന്ന ഭക്ഷണം ഞങ്ങളിൽ ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ യൂട്യൂബിൽ നോക്കിയാണെങ്കിലും ഉണ്ടാക്കി തരില്ലായിരുന്നോ? ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടാതെ എന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചത് കൊണ്ടാണല്ലോ അവളോട് ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നത്. ഉണ്ണി, നീ പറഞ്ഞത് പറഞ്ഞു. ഇനി ഇമാതിരി വർത്താനം പറഞ്ഞാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും. നിന്റെ ഭാര്യയെ നീ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഞങ്ങൾ ആരും അവളോടൊരു ഇഷ്ടക്കേടും കാണിച്ചിട്ടുമില്ല. അവളുടെ ഇഷ്ടത്തിന് തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി അവൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നതിന് മാത്രമാണ് ഇപ്പോൾ ഞാനും തിരിച്ചു പെരുമാറുന്നത്. അല്ലാതെ അവളോട് ഒരു വേർതിരിവും ഇവിടെ ആരും കാണിച്ചിട്ടില്ല. നിമ്മി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിർത്തി. റിച്ചു കോളേജിലേക്ക് എത്തിയപ്പോൾ തന്നെ അവനെയും കാത്ത് അവിടെ സൂര്യൻ ഉണ്ടായിരുന്നു. സൂര്യന് ഇന്നലെ വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിവരങ്ങളെല്ലാം ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവനോട് ചോദിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്ത് അവൻ തൽക്കാലം മിണ്ടാതിരുന്നു. നിന്റെ മുഖം എന്താടാ റിച്ചു കടന്നല് കുത്തിയതുപോലെ ഇരിക്കുന്നത്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേ സൂര്യ, ഒന്നും അറിയാത്ത പോലെ നിന്റെ കോപ്പിലെ വർത്താനം എന്നോടെടുക്കരുത്. ഞാൻ മൊത്തത്തിൽ എരിഞ്ഞിരിക്കുക. അതിന്റെ ഇടയിൽ നീ കൂടെ ചൊറിയാൻ വരരുത് കേട്ടല്ലോ. എന്റെ അളിയ, ഞാൻ ചൊറിഞ്ഞതല്ലടാ. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. പ്രശ്നമുണ്ടെന്നല്ലടാ, പ്രശ്നമാണ് മാത്രമേ ഉള്ളൂ. ഇന്നും അവളെ കെട്ടി എഴുന്നള്ളിച്ച് കോളേജിലേക്ക് കൊണ്ടുവരും. അതും എന്റെ തന്ത തന്നെ. ഇയാൾക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് അറിയത്തില്ല. നീ ഇന്നലെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇന്നലത്തോടെ അവളുടെ കോളേജിൽ വരവ് നിൽക്കും എന്നാ ഞാൻ കരുതിയത്. സൂര്യ അത് പറഞ്ഞപ്പോൾ റിച്ചുവിന്റെ മുഖവും അങ്ങ് വാടി. ഓ, ഞാനും അതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ വാ അടപ്പിച്ച് കളഞ്ഞില്ലേ പോരാളി.
അവൾക്ക് വേണ്ടി വാളും പരിചയമെടുത്താണ് നിൽപ്പ്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എൻ്റെ അപ്പച്ചി തന്നെയാണോ? ഇപ്പോൾ എനിക്കത് സംശയം തുടങ്ങിയിട്ടുണ്ട്. ഓ, സംശയമൊന്നും വേണ്ട, നിന്റെ അപ്പച്ചി തന്നെയാണ്. മരുമകൾ ഉയർ. നമ്മളൊക്കെ ഏതാണ്ട് പുറമ്പോക്ക് പോലെയാണ് മോനെ വീട്ടിൽ. അതൊക്കെ ഒരു സൈഡിലൂടെ നടക്കുമ്പോഴാണ് ഉണ്ണിയേട്ടന്റെ വക ഇന്നലത്തെ ഉപദേശം. അങ്ങേരെ പിടിച്ച് കത്തിക്കാൻ എനിക്ക് അന്നേരം തോന്നിയത്. അങ്ങേരുടെ കാര്യത്തിൽ വീട്ടിലും സംസാരമൊക്കെ ഉണ്ടടാ. ഈ മസിലും പിരിപ്പിച്ച് നടക്കുന്നതല്ലാതെ അങ്ങേര് വെറും ഒരു പെണ്ണാളനാണെന്ന്. സൂര്യ അത് പറഞ്ഞപ്പോൾ ഉണ്ണിയുടെ ഭാവവും ഏകദേശം അതൊക്കെ തന്നെയായിരുന്നു. എൻ്റെ പൊന്നു മോനെ, ഇന്നലെ വരെ എനിക്ക് അങ്ങേരെ അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്നലത്തോടെ കൂടി ആ തെറ്റിദ്ധാരണകളൊക്കെ അങ്ങ് മാറി. അങ്ങേര് വെറും BP ആണടാ മോനെ. ഭാര്യയെ ഇങ്ങനെ പേടിയുണ്ടോ ആളുകൾക്ക്? അല്ലെങ്കിൽ അവരെ സുഖിപ്പിക്കാൻ ഇങ്ങനെ നടക്കുമോ? അതും ഒരു സത്യമാണ്. അല്ല, നിന്റെ ഏട്ടത്തിയമ്മ എങ്ങനെയുണ്ട്? ഞാൻ ഇതേപ്പറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. എല്ലാവരും പറയുന്നത്ര പ്രശ്നക്കാരിയാണോ? സൂര്യ അത് ചോദിച്ചപ്പോൾ എന്തുത്തരം പറയണമെന്ന് റിച്ചുവിനും അറിയില്ലായിരുന്നു. പ്രശ്നക്കാരിയാണോ എന്ന് ചോദിച്ച പൊന്നു മോനെ സൂര്യ, ഞാൻ ആ സാധനത്തോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ അവിടെയും ഇവിടെയും എത്താത്ത തുണിയേ ഉടുക്കത്തുള്ളൂ. ബിസിനസ്സാണ്, പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആള് മിക്കപ്പോഴും വീട്ടിൽ പോലും കാണാറില്ല. ഇനി മറിച്ച് വീട്ടിലെങ്ങാനും ഉണ്ടെങ്കിലോ അമ്മയായിട്ട് പൊരിഞ്ഞടിയായിരിക്കും. അതാണ് എനിക്ക് സംശയം. എൻ്റെ അപ്പച്ചി പഴയ മൂരാച്ചി അമ്മായിയമ്മയൊന്നുമല്ല, നല്ല മോഡേൺ വൈബ് അമ്മായിയമ്മയാണ്. അതുകൊണ്ട് അമ്മായിയമ്മ മരുമകൾ പോലുള്ള സ്കോപ്പ് ഒന്നും അവിടെ കാണുന്നില്ലല്ലോ അളിയ. ഇവിടെ അമ്മായിയമ്മ മരുമകളൊന്നും അല്ലടാ പ്രശ്നം, വെറും ഈഗോ. അത് മാത്രമേ ഉള്ളൂ. ഏട്ടയത്തിയമ്മ ശത്രുപക്ഷത്താണെങ്കിൽ ശ്രീ അമ്മയുടെ മിത്രപക്ഷത്താണ്. രണ്ടുപേരും കൂടെ കുടുംബകാര്യങ്ങൾ അങ്ങനെ അതിരുകളില്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബെല്ലടിക്കുന്നത്. ആ ബെല്ലടിച്ച ശബ്ദം കേട്ടതും ബാഗും എടുത്ത് ക്ലാസ് മുറിയിലേക്ക് പോയി. ക്ലാസ്സിൽ ചെന്ന് കയറിയപ്പോൾ ദാ കിടക്കുന്നു അടുത്ത 8ന്റെ പണി. ഇന്ന് മനോജ് സാർ ഇല്ല, പകരം ഫസ്റ്റ് 2 പീരീഡും പ്രാക്ടിക്കൽസ് ആണ്. ശ്രീഭദ്ര മാഡത്തിന്റെ വക. ഏത് കോപ്പിലെ നേരത്താണോ അങ്ങേർക്ക് ലീവ് എടുക്കാൻ തോന്നിയത്? ഈ പണ്ടാരത്തെ തന്നെ ഫസ്റ്റ് പീരീഡ് സഹിക്കണമല്ലോ. ഇന്നത്തെ ദിവസം പോയി. അതും പറഞ്ഞുകൊണ്ട് റിച്ചു അവിടെ തന്നെ ഇരുന്നു. എടാ റിച്ചു, നിനക്ക് നിന്റെ ഭാര്യയോട് ഇഷ്ടക്കേടുണ്ടെന്ന് കരുതി മൊത്തത്തിൽ ഇങ്ങനെ പറയരുത്. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ബാലികേറ മലയാണ് മോനെ. അതറിഞ്ഞത് തന്നെ ഇന്നലെയാണ്. സൂര്യൻ ഒരു നെടുവീർപ്പോടെ അത് പറഞ്ഞു. നീയും തുടങ്ങിയോ സൂര്യ അവളുടെ സ്തുതി പാടാൻ? നിനക്ക് ഏത് ചാപ്റ്റർ വേണമെങ്കിലും ലളിതമായി ഞാൻ പറഞ്ഞു തന്നാ പോരെ. ഇനി മേല അവളുടെ ക്ലാസ്സിനെ പുകഴ്ത്തിക്കൊണ്ട് എൻ്റെ മുന്നിൽ കണ്ടുപോരുത് നിന്നെ. എന്താ അവിടെ ഋഷികേഷും സൂര്യനും പ്രാക്ടിക്കൽസ് എല്ലാം കംപ്ലീറ്റ് ആയോ? ശ്രീയുടെ ചോദ്യം വന്നു കഴിഞ്ഞു. നോ മാഡം. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെയാണ് റിച്ചുവിന്റെ മറുപടി. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് വേഗം നോക്കാൻ നോക്ക്, അല്ലാതെ ലൂസ് ടോക്കിന് ഇവിടെ സമയമില്ല. വൃത്തികെട്ടവൾ പണ്ടാരക്കാലി. എൻ്റെ വീട്ടിൽ വലിഞ്ഞു കയറി താമസിച്ചിട്ട് എന്നെ തന്നെ ഭരിക്കാൻ വരുന്നു. കിട്ടുമടി, എനിക്ക് നിന്നെ കിട്ടും. അന്ന് നിന്റെ അവസാനമാണ് മോളെ. നിന്റെ ഒരു ലൂസ് ടോക്ക് അല്ലേ? മനസ്സിൽ റിച്ചു ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എൻ്റെ റിച്ചു, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? മര്യാദയ്ക്ക് വേഗം ചെയ്യാൻ നോക്ക്. ഇനി നമ്മൾ മാത്രമേ റിസൾട്ട് കിട്ടാനായിട്ട് ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരുടെയും കഴിഞ്ഞടാ. ഓ, വേണമെങ്കിൽ നീ അങ്ങോട്ട് ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞ് റിച്ചു മാറി നിന്നു. ഇതിപ്പോ എന്തു കൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ പതുക്കെ ആദ്യം മുതൽ ചെയ്തു തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മഴക്കെടുതികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു.